1965 ശ്രീധർ എന്ന സംവിധായകൻ വെണ്ണിറാട എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയ്ക്ക് 4 പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തി. ശ്രീകാന്ത്, ജയലളിത, മൂർത്തി, നിർമ്മല എന്നിവരാണവർ. അവർ പിന്നീട് തമിഴിലെ വളരെ പ്രശസ്തരായി മാറി. ജയലളിത പുരട്சி തലവിയായി ഇപ്പോഴും പ്രശസ്തയായി നിൽക്കുന്നു. ശ്രീകാന്ത് പ്രശസ്തനായ ഹീറോവായി. വെണ്ണിറാട മൂർത്തി ഒരു നല്ല കൊമേഡിയനായി മാറി. ഇതിൽ നിർമ്മലയാണ് പിന്നീട് മലയാളത്തിൽ പ്രശസ്തയായ ഉഷാകുമാരി. ഇതിൻ്റെ ക്യാരക്ടർ സെലക്ഷൻ നടക്കുമ്പോൾ ശ്രീധർ പറഞ്ഞുവിട്ട ഒരു പെൺകുട്ടി പിന്നീട് ഹിന്ദി ചലച്ചിത്രവേദി കൈയടക്കുകയുണ്ടായി. ഹേമമാലിനി. ശ്രീകാന്തും ജയലളിതയും ചേർന്ന് അഭിനയിച്ച മനോഹരമായൊരു ഗാനം നമുക്ക് കാണാം. MSV കണ്ണദാസൻ കൂട്ടുകെട്ട്, സുശീലാമ്മയുടെ മനോഹരമായ ആലാപനം. കണ്ണൻ എന്നും മന്നൻ പേരെ ചൊല്ല ചൊല്ല. തകഴിയുടെ അനുഭവങ്ങൾ പാളിച്ചകൾ ചലച്ചിത്രമാക്കുമ്പോൾ അത് അനശ്വര നടൻ സത്യൻ്റെ അവസാന ചിത്രമായിരിക്കുമെന്ന് ആരും ഓർത്തതേയില്ല. രക്താർബുദത്തിൻ്റെ പിടിയിലായിരുന്ന ശ്രീ സത്യൻ ഇതിൽ ഓരോ ഷോട്ടിനിടയിലും തളർന്നു പോകുമായിരുന്നു എന്ന കാര്യം
സഹപ്രവർത്തകർ ഓർക്കുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ നായകൻ ചെല്ലപ്പൻ എന്ന കഥാപാത്രം അതിഗംഭീരമായിരുന്നു. അണയാൻ പോകുന്ന വിളക്കിൻ്റെ ആളിപ്പടൽ പോലെ ഉജ്ജ്വലമായിരുന്നു ഇതിലെ അഭിനയം. ഒളിവിൽ കഴിയുന്ന വിപ്ലവകാരിയെ ആരാധിക്കുന്ന ഗ്രാമീണ പെൺകുട്ടിയുടെ വേഷം അഭിനയിച്ചത് KPSC ലളിതയായിരുന്നു. ആർക്കും അനുകരിക്കാനാവാത്ത ആ പ്രതിഭയുടെ ആദ്യ സ്പർശം നമ്മൾ അനുഭവിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങൾ, പ്രവാചകന്മാരെ, അഗ്നിപർവ്വതം പുകഞ്ഞു എന്നീ ഗാനങ്ങൾക്കൊപ്പം നമുക്ക് മറക്കാനാവാത്ത മറ്റൊരു ഗാനമുണ്ട്. മാധുര്യമ്മ പാടിയ കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്.